സംസ്ഥാനത്തെ ജയിലുകൾ ഒരു അധോലോകമായി മാറുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇപ്പോൾ കോട്ടയത്തെ ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി ചാടി. അതിനു മുൻപ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു റിപ്പർ ചാടുന്നു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടി. ഇപ്പോൾ ഗോവിന്ദച്ചാമിക്ക് അവിടെ എല്ലാ ലഹരി ഉൽപ്പന്നങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അയാൾ തന്നെ വെളിപ്പെടുത്തുന്നത്. ലഹരി യഥേഷ്ടം ലഭിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം ലഭിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് ഷെറിൻ എന്ന് പറഞ്ഞൊരു കുറ്റവാളിക്ക് ശിക്ഷ ഇളവ് നൽകി പുറത്തുവിട്ടിരുന്നു. വലിയ വിവാദമാണ്. ഇപ്പോൾ ഗവർണർ അതിനെപ്പറ്റി പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന അവരുടെ സഹതടവുകാരെ മർദ്ദിച്ച കേസിലേക്ക് പ്രതിയാണ് അവർ ഈ പറയുന്ന പോലെ യഥേഷ്ടം ജയിലിൽ നിന്ന് പുറത്തു പോകാറുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നു, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, അവരുടെ വസ്ത്രം ഇറക്കി കൊടുത്തില്ലെങ്കിൽ സഹതടവുകാരെ മർദ്ദിക്കും. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ ജയിലുകൾ ഒരു കറക്ഷൻ ഹോമല്ല, ഒരു അധോലോകത്തിൻ്റെ തുടർ വാസകേന്ദ്രമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ത് തോന്നുന്നു, ഇങ്ങനെ തന്നെ ആവണമോ നമ്മുടെ സംവിധാനങ്ങൾ? അല്ലെ, ജയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ളൊരു നിർവചനം ഭരണകൂടത്തിന് കൃത്യമായിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ച് പ്രസക്തി ഉണ്ടാവുള്ളൂ. കാരണം ഭരണകൂടം തന്നെ തീരുമാനിക്കുകയാണ് ഇത് അധോലോക സംവിധാനമായി മാറിയാൽ മതി, ഇവിടെ വരുന്നവർക്ക് ആവശ്യത്തിന് കഞ്ചാവ് ലഭിക്കും, അല്ലെങ്കിൽ മദ്യം ലഭിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ പോലും ലഭിക്കും എന്ന നിലക്ക് ഇത് പൊയ്ക്കൊള്ളട്ടെ എന്ന് ഭരണകൂടം തീരുമാനിച്ചാൽ, ഭരണകൂടം തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണകൂടത്തിൻ്റെ സംവിധാനമായിരിക്കുന്നതായിട്ടുള്ള ജയിലർമാരും ജയിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഭരണകൂടത്തെ മറികടന്നുകൊണ്ടോ മറച്ചുകൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ഭരണകൂടത്തിൻ്റെ കഴിവില്ലായ്മയും അതേപോലെ തന്നെ അശ്രദ്ധയുമായിട്ട് സമൂഹം കാണുകയുള്ളൂ. എന്നാൽ ഭരണകൂടം തന്നെ അങ്ങനെ തീരുമാനിച്ചാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്രാപിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത. ഇന്ന് പറഞ്ഞാൽ ഇന്ന് കേൾക്കുന്നതല്ലാതെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് കൊണ്ട് ഇന്ന് കേൾക്കുന്നു. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കൊടിസുനി പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നമ്മളത് കേൾക്കുന്നു. അവരുടെ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങിയ വാർത്ത വന്ന സമയത്ത് ജയിലിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. എന്തെങ്കിലും അസാധാരണമായിട്ടുള്ള വാർത്തകൾ വരുമ്പോഴാണ് സാധാരണ ഈ കാര്യങ്ങൾ നമ്മളറിയുന്നത്. പക്ഷേ അതിനകത്തുള്ള ജയിലർമാർക്കും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അവർ പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. കുറ്റവാളികളെ സൂക്ഷിക്കുന്ന ഈ കേന്ദ്രങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ കുറ്റവാളികളിൽ നിന്ന് മാനസാന്തരപ്പെടുത്തി സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിന് വളരെ സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്, ഇടപെടലുകൾ ആവശ്യമാണ്. അതെല്ലാം ചെയ്താൽ മാത്രമാണ് അങ്ങനെ മാറ്റം ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അതില്ലാത്തതിൻ്റെ ഫലമായിട്ടുള്ള കഞ്ചാവ് അവർ വലിച്ചു നടക്കുന്നത്, അതുപോലെ ഷെറിൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ തടവുകാരി എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മറ്റു പലരുമായിട്ടൊക്കെ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു എന്ന് സഹതടവുകാരികൾ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അവർക്ക് എന്തും ജയിലിൽ ലഭ്യമാകുന്നു. ഉന്നതനായ മന്ത്രി ഇടപെട്ടാണ് ഇറക്കുന്നത് അവരെ അവിടുത്തെ ഒരു മന്ത്രി കൊച്ചമ്മയെ പോലെ നടക്കുന്നു എന്നൊക്കെയാണ് സഹതടവുകാർ പറയുന്നത്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ജയിലിൽ നിർമ്മിക്കപ്പെടുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു ഒത്താശയോടുകൂടിയാണ് എന്ന് സമൂഹം പറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ജയിലെന്തിന് നമുക്ക്? ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനൽ അയാളുടെ മനോനില മാറും എന്നുള്ളത് നമ്മളുടെ വ്യാമോഹമാണ്. ആ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പൊതുവെ നിരീക്ഷണം നടത്തുന്നത്. എങ്കിലും നമ്മൾ പുരോഗമന സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം അത് മാറുമായിരിക്കും എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സാധ്യതയില്ല എന്നുള്ളതാണ്. കുറ്റവാളികൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാനസാന്തരപ്പെട്ട് വരുന്നില്ല. അപൂർവം ചില ഉദാഹരണങ്ങളുണ്ടായിരിക്കാം മാനസാന്തരപ്പെട്ട് നല്ല രീതിയിലായ മനുഷ്യർ, തീരെയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ചെറുകുറ്റവാളികൾ ജയിലിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ കൊടും കുറ്റവാളികളായിട്ട് പരിശീലനം നേടി പുറത്തിറങ്ങുന്ന കാഴ്ചയാണ്. മാത്രമല്ല അവർക്ക് വലിയ വലിയ ബന്ധങ്ങളുണ്ടാകുന്നു. ആ ബന്ധങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ അധോലോക ശൃംഖല സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെടുന്ന ബന്ധമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ജയിലിൽ ഈ കുറ്റവാളികൾക്ക് ഫോൺ ലഭിച്ചാൽ അവരെന്താ ചെയ്യണത്? അവർ ഈ അധോലോകം ബന്ധവുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചില ഘട്ടങ്ങളിലെങ്കിലും ഇവർ ജയിലിൽ നിന്ന് പുറത്തു ചെല്ലുന്ന കാഴ്ച വരും. നമുക്കറിയില്ല, ആരും അറിയാതെ ജയിലർമാർ ഇവരെ രാത്രിയിൽ തുറന്നു വിടുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ അയാൾ കർശനമായിട്ടുള്ള രീതിയിൽ ഇവിടുന്ന് തടവ് ചാടുന്നതിന് വേണ്ടി ആസൂത്രണം, വളരെ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുന്നു, ആക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുന്നു. പിന്നെ ജയിലിൽ ഡോക്ടറുടെ സഹായത്തോടുകൂടി തന്നെ ശരീരം മെലിയുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നു, അല്ലേ? ചപ്പാത്തി മാത്രം കഴിക്കുന്നു, താടിയൊക്കെ നീട്ടി വളർത്തി പുറത്തിറങ്ങിയാൽ ആരും തിരിച്ചറിയാത്ത രീതിയിലാകുക,
പിന്നെ പെട്ടെന്ന് അത് മുറിക്കുക, ഇങ്ങനെ പല പരിപാടികളായിട്ടാണ് ഇയാളുടെ ആസൂത്രണ പദ്ധതികൾ നീളുകയും അവസാനം അയാൾ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിൽ ജയിലിലായിരുന്നു. കാരണം ഇവൻ ഒരു ഒറ്റക്കയ്യനാണ്. നമ്മളങ്ങനെ പറഞ്ഞാൽ അത് മോശമായ ഭാഷയായിട്ട് ചിത്രീകരിക്കപ്പെടും. കയ്യില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്രമാത്രം ഉയർന്ന 7.5 മീറ്റർ ഉയർന്ന അത്ര സ്ഥലത്ത് നിന്ന് തുണി കെട്ടി ചാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തായാലും ഒക്കെ സംഭവിച്ചു. പിന്നെ ഞാനത് മനസ്സിലാക്കാൻ തയ്യാറാണ്. കാരണം ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ജയിൽ ഭേദിച്ച് പുറത്ത് കിടക്കലാണ്. അതിനുവേണ്ടി എന്തും അവർ ചെയ്യും. ചിലപ്പോൾ ഓരോ ദിവസവും നമ്മൾ പല കഥകളും വായിച്ചിട്ടുണ്ട്. കഥകൾ വായിക്കുന്ന പറഞ്ഞാൽ കഥകളല്ല, അനുഭവതകൾ വായിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ദിവസവും കുറേശ്ശെ ചുരണ്ടി ജയിലിനകത്ത് തന്നെ മാളമുണ്ടാക്കി അതിലൂടെ പുറത്ത് പോയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഈ വരുന്ന ക്രിമിനൽ ഇങ്ങനെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും അവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിരീക്ഷണം നടത്തണം, പരിശോധന നടത്തണം. അങ്ങനത്തെ ഒരു പരിശോധന സംവിധാനം ഇതുവരെ ഇല്ല എന്നുള്ളത് കൂടി ഇവിടുത്തെ ഈ ജയിലിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പി ജയരാജനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതിയിലുള്ള ഒരു പ്രധാനി. അതായത് രാഷ്ട്രീയ നേതാവാണ്, നമുക്കറിയാം. CPM-ൻ്റെ ക്രിമിനലുകൾ എന്ന് തന്നെ പറയണം. ക്രിമിനലുകൾ ഈ പറയുന്ന ഗുണ്ടാ പ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ അക്രമ പ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ അതിക്രമം കാണിക്കാവുന്ന, രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്തുന്ന ഏറ്റവും അപക്വതയും ഭീരുക്കളുമായിട്ടുള്ള വ്യക്തികൾ, അവരെ കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭീരുക്കൾക്ക് സഹായം ചെയ്ത് കൊടുക്കാനും കൂടി വേണ്ടിയായിരിക്കാം ഇത്തരം നേതാക്കൾ ഇതിൻ്റെ സമിതിയിലേക്കൊക്കെ വരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം, സാമൂഹിക പ്രതിബദ്ധത, ഈ പറയുന്ന സമൂഹത്തിലെ തിരുത്തൽ ശക്തി, ഇതെല്ലാമായി മാറേണ്ട ബോധ്യം ഉണ്ടായിരിക്കണം. അതിവിടെ പ്രകടമാകുന്നില്ലല്ലോ. അല്ലെ, ജയിൽ സമിതികളുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഈ കുറ്റവാളികൾക്കും ചില അവകാശങ്ങൾ അനുവദിക്കപ്പെടും. തീർച്ചയായിട്ടും അവർക്ക് മനുഷ്യരായിട്ട് ജയിലിൽ കിടക്കേണ്ട ഒരാവശ്യം. മുൻകാലങ്ങളിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഇടങ്ങളായിരുന്നു. ശരി, ഒരു ജയിൽ മുറി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതൊരു 6 അടി വീതി നീളമൊക്കെയുള്ള സ്ഥലമായിരിക്കും. അവിടെ 10-12 തടവുകാരുണ്ടാവും. ഒരു തടവുകാരൻ്റെ മുകളിൽ വേറെ തടവുകാരൻ കിടക്കുക. മാത്രമല്ല അവർക്ക് ഈ മലമൂത്ര വിസർജനം നടത്തുന്നത് അതിനകത്ത് തന്നെ ചെയ്യുക. കുടങ്ങൾ, ഇതൊക്കെ പഴയ ജയിലുകളുടെ സ്ഥിതിയായി. അതൊക്കെ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ട് മാറ്റി പുതിയ തരത്തിൽ ജയിലുകൾ നിർമ്മിച്ചു. ആ ജയിലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത അനുസരിച്ചിട്ട് സുഖവാസ കേന്ദ്രങ്ങൾ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പണ്ട് പറയും ഉണ്ട തന്നെ മതി, ഇപ്പോൾ ഉണ്ടയൊന്നുമല്ല, നല്ല ഭക്ഷണം അതൊക്കെ ഉണ്ട്. അതൊക്കെ വേണ്ടതുമാണ്, അതൊക്കെ അവരുടെ അവകാശങ്ങളാണ്. പക്ഷെ അവരെന്തിനാണ് ഇത് അവർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അവരെ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതാണ് അത് നടക്കുന്നില്ല ഇവിടെ എന്നുള്ളതാണ് പ്രശ്നം. അത് നടത്തുന്നതിന് കൂടി ഉള്ള ഒരു സമിതി എന്ന നിലക്കാണ് ഈ ജയിൽ സമിതികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ രാഷ്ട്രീയം അതിനകത്ത് കയറുന്നു. ഇപ്പോൾ CPM-ൻ്റെ പല കുറ്റവാളികളും അതിനകത്ത് പിടിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരാളായിട്ട് ഈ ജയിൽ സമിതിയുടെ അംഗങ്ങൾ മാറിത്തീരുന്നു. പി ജയരാജനൊക്കെ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണമാണ് ശക്തമായി. അത് എത്രത്തോളം ശരിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവർ ഈ സമിതികളിൽ ചെന്നിരിക്കുമ്പോൾ അവർ കരുതണം ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെറുതെ പേരിനൊരു സമിതി അംഗമായിട്ടല്ല ഇരിക്കേണ്ടത്. ശരിക്കും അതിനകത്ത് ഇടപെട്ട് പരിവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും പരിവർത്തനം നടത്തുകയും ചെയ്യണം. അങ്ങനെ പരിവർത്തനം നടത്തിയെന്ന് ഉറപ്പുവരുത്തൽ ഇവരുടെ ഭാഗത്തുനിന്നാണ്. അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ പലപ്പോഴും ഈ സമിതി അംഗത്വം ഉപയോഗിക്കുന്നത് അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കൊടിസുനി അടക്കമുള്ള TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വന്നിരിക്കുന്നതായിട്ടുള്ള പ്രതികൾക്കൊക്കെ പലതരത്തിലുള്ള സഹായങ്ങൾ, മൊബൈൽ ഫോണും അതേപോലെ തന്നെ അവർക്ക് ലഹരി പദാർത്ഥങ്ങളൊക്കെ എത്തിക്കുന്ന സംവിധാനം ഈ ജയിലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സഹായകരമായത് ഇവരുടെയൊക്കെ സാന്നിധ്യമാണ് എന്ന ആരോപണം ശക്തമാണ്.